ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് സ്കാൻ ചെയ്തത്. സ്കാൻ ചെയ്തപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അലോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. വിശപ്പൊന്നും ഒട്ടുന്നുണ്ടായിരുന്നില്ല മാഡം. എന്നാൽ ഇപ്പം മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് നല്ല ആശ്വാസമുണ്ട്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവരിപ്പോ ഇതിവിടെ 3ാമത്തെ തവണയാണ് മരുന്ന് വാങ്ങാൻ വരുന്നത്. നമുക്കിവരോട് ചോദിച്ച് മനസ്സിലാക്കാം പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയും ഇവിടെ വന്നതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങളെ പറ്റിയും നമുക്കിവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സർ നമസ്കാരം, പേരെന്താണ്? നമസ്കാരം മാഡം, എന്റെ പേര് രംഗഭാഷ. ഓക്കെ, പേഷ്യന്റ് ആരാ സാറിന്റെ? പേഷ്യന്റ് എന്റെ ഭാര്യ മാഡം. വൈഫിന്റെ പേരെന്താ സർ? റുക്കിയ ബേഗം. എത്ര വയസ്സുണ്ട് മാഡത്തിന്? അവർക്കിപ്പോ 62 വയസ്സായിട്ടുണ്ട്. എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് സർ? ഗ്യാസ്ട്രിക് ക്യാൻസർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് ക്യാൻസർ ആണെന്ന് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതായത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കാണുമല്ലോ. അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? മാഡത്തിന് എന്ത് വേദനയായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്? വയറുവേദനയായിരുന്നു. വയറുവേദന അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോഴാണ് ആസ്പത്രിയിൽ പോയത്. ഡോക്ടർ പറഞ്ഞ് സ്കാൻ എടുത്ത് നോക്കണമെന്ന്. അങ്ങനെ സ്കാൻ എടുത്ത് നോക്കിയപ്പോഴാണ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. വിശപ്പൊന്നും ഒട്ടും തന്നെ ഉണ്ടായില്ല മാഡം. വോമിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഛർദിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ഇവിടെ വന്നതാണ്. ഇപ്പൊ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. സാർ, ഈ ക്യാൻസർ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം എത്ര ഏതാണ്ട് നാളായി? 1 വർഷമായിട്ടുണ്ട് ഒരു മാഡം. വർഷമല്ലേ? ഓക്കെ, ഈ 1 ഇയറിൽ 2 പ്രാവശ്യം മാത്രമേ മരുന്ന് കഴിച്ചിട്ടുള്ളല്ലേ? ഇതിനു മുമ്പ് വേറെ എവിടെന്നെങ്കിലും മരുന്ന് വാങ്ങിയിരുന്നോ? അലോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് ഒരു മാറ്റമൊന്നും ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അത് തന്നെ അത് വേണ്ടെന്ന് വെച്ചങ്ങട്. ഇപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ നിർത്തിയല്ലോ. അത് നിർത്തിയിട്ടാ വന്നത്. നിർത്തിയല്ലേ? ഇവിടുത്തെ മെഡിസിൻ കഴിച്ചതിന് ശേഷം വിശപ്പൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടല്ലേ സാർ? ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിനൊരു സംതൃപ്തിയായത്. മരുന്നൊക്കെ നന്നായിട്ട് ഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ സാർ, ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റങ്ങളാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ സാർ, അപ്പൊ ഇനി കോഴ്സ് ഇനി 5ഓ 6ഓ മാസമാണെന്ന് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു കാണുമല്ലോ. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു റിസൾട്ടോട് കൂടി നമുക്ക് വീണ്ടും വീഡിയോയിൽ കാണാം. ഓക്കെ സാർ, താങ്ക് യു.